നമ്മളിപ്പോൾ ഇത് നമ്മുടെ കുന്നംകുളത്തെ പാറമ്പാടത്തുള്ള മോട്ടോ കണ്ടന്റിന്റെ ഷോറൂമിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ MGയുടെ വിൻസർ കാറിന്റെ ഒരു ഡെലിവറി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണ്. സോ ആ കിട്ടിയ സമയം കൊണ്ട് നമ്മൾ ചെറിയൊരു റിവ്യൂ ചെയ്യാൻ പോവാണ്. വണ്ടി ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ഗൈസ്, ഇതാണ് നമ്മുടെ MGയുടെ വിൻസർ EV എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ഭംഗിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോൾ എനിക്ക് തോന്നിയത്. സോ ഇതിൻ്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ MGയുടെ തന്നെ കോമറ്റിൻ്റെ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു DRലും അതുപോലെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ ഒക്കെ ആ ഒരു പൊസിഷനൊക്കെ തന്നെ നമുക്ക് നമ്മുടെ കോമറ്റിൽ കണ്ടിരുന്നതിൻ്റെ ഒരു രൂപത്തിലാണ്. പക്ഷേ കോമറ്റിനായിട്ട് നമുക്ക് ഒരിക്കലും ഇതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല സൈസിൻ്റെ കേസിൽ. കാരണം കോമറ്റിനേക്കാൾ ഒരുപാട് വലുതാണ്. നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നമുക്കൊരു ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. ഗ്രില്ലൊക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഭയങ്കര ക്യൂട്ടാണ് സംഭവം. ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കുമാണ്, അതുപോലെ തന്നെ ക്യൂട്ടുമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ആ ഒരു ഡിസൈനാണ്. ആ ഗ്ലാസ് ഭയങ്കര സ്ലാൻഡഡ് ആയിട്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ അലോയ് വീലിൻ്റെ ഡിസൈനൊക്കെ തന്നെ വളരെ സൂപ്പറായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, പക്ഷേ കാണാൻ നല്ല ഇസ്തറ്റിക്കാണ്. ഈ വാഹനത്തിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ക്രോം സ്ട്രിപ്പ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിറർ വരുന്നത്. മിററൊക്കെ തന്നെ ചെറിയൊരു ഡിസൈനിൽ ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കി നോക്കാം. ഇൻറ്റീരിയർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കണ്ടത് ഇവിടെ ചെറിയൊരു ഇലുമിനേഷനോട് കൂടിയിട്ടുള്ള ഒരു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഉള്ളിൽ നമുക്കൊരു ഗോൾഡൻ സ്ട്രിപ്പ് ഇവിടെ വരുന്നുണ്ട്. മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിൻസറിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. ഏകദേശം ഒരു ടോപ്പ് മോഡലിൽ വരുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൽ ഏകദേശം 16,50,000 രൂപയാണ് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. അതിനെ നമുക്ക് ഉള്ളിലൊന്ന് കയറി നോക്കാം. ഇവിടെ കണ്ട ഈ ഒരു വിൻഡോയിൽ ഇങ്ങനെ ഒരു സ്ക്വയർ കട്ട് പോലെയാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ ഉള്ളിൽ. വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. പക്കാ ഒരു പ്രീമിയം കാറിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുന്ന പോലെ ഉണ്ട്. എനിക്ക് BYD സീലിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ആ ഒരു ഫീലിങ്സ് ആണ് ഇതിനുള്ളിൽ കിട്ടുന്നത്. സ്റ്റീരിങ്ങൊക്കെ പക്ക നല്ല ലെതർ ഫിനിഷിംഗ് ആണ്. ഇവിടെ കുറച്ച് കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെയും കൺട്രോൾസ് വരുന്നുണ്ട്. MGയുടെ ഒരു ലോഗോ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെ ഡിജിറ്റലായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ് അത് വളരെ കൂടുതലാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യണതിലും കൂടുതലാണ്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞൊരു ഭയങ്കര ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇത്രയും ഡിസ്റ്റൻസിൻ്റെ പുറമെ പിന്നെ വേറെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. അതായത് ആ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു സ്ലോപ്പ് പോലെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്പേസ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. വളരെ വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. നമ്മുടെ ടെസ്ലയുടെ വാഹനങ്ങളിൽ അല്ലെങ്കിൽ BYD സീലിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എല്ലാ ഫീച്ചേഴ്സും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ AC വെൻസുകൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതായത് AC വെൻസുകൾ സെപ്പറേറ്റ് ഇത് കാണുന്നില്ല. കാരണം അവിടെ നിന്നൊരു കുറച്ച് ലൈൻസ് തുടങ്ങിയിട്ട് പിന്നെ ഇവിടുന്ന് അവസാനിക്കാത്ത പോലെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് AC വെൻസ് ഒക്കെ വന്നിട്ടുള്ളത്. താഴെ നമുക്ക് AC കൺട്രോൾസ് ഇവിടെ താഴെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. അത് ക്ലോസ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്. ഫോണൊക്കെ നമുക്ക് സേഫ് ആയിട്ട് ഇതിൽ വെക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് അടിപൊളി കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ഇവിടെയും നമുക്ക് വീണ്ടും ഒരു സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിരിക്കുന്നത്. കണ്ട. പിന്നെ ഈ സീറ്റിൻ്റെ കുഷ്യനൊക്കെ തന്നെ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ലെതറാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്കിലെ കാര്യം അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്ക് ബാക്കിലൊന്ന് ഇരുന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. പക്ക സിമ്പിളാണ്, പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പറയേണ്ട കാര്യം പുറകിലെ ലെഗ് സ്പേസ് ആണ്. ഇതിൻ്റെ ടോപ്പിൽ വരുന്നത് ഗ്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് നൈസായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഗ്ലാസിൻ്റെ വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് സൺറൂഫ് വരുന്നില്ല, പനോരമിക് സൺറൂഫ് വരുന്നില്ല. പക്ഷേ നമുക്കൊരു ഗ്ലാസ് റൂഫ് ഇത് ഓപ്പൺ ചെയ്ത് ഈ ഒരു കർട്ടൺ ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്പേഷ്യസ് ആണ്, അടിപൊളിയാണ്. ബാക്കിലെ ബൂട്ട് സ്പേസ് ആണെങ്കിലൊക്കെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ്. AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മോഡൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വിൻസറിൻ്റെ എസെൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണിത്. നമുക്ക് പുറകിൽ നിന്നുള്ള വ്യൂ നോക്കാം. നമുക്ക് Aയും Bയും Cയും പില്ലർ കഴിഞ്ഞാൽ ചെറിയൊരു ഗ്ലാസ് പോർഷൻ ഇവിടെ കാണുന്നുണ്ട്. അത് വണ്ടിയുടെ ലെങ്ത്തിന് നന്നായിട്ട് കൂടിയ പോലെയാണ് തോന്നിക്കുന്നത്. പിന്നെ നമ്മുടെ ബാക്കിലെ ടെയിൽ ലാമ്പ് നമ്മുടെ ഹ്യുണ്ടായുടെ ഓറയിലൊക്കെ വന്നിരുന്നില്ലേ, അതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ വഞ്ചി പോലെയൊക്കെ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ തോന്നില്ല. നമുക്ക് ഓറയിൽ ഭയങ്കര എടുത്ത് കാണാറുണ്ട്, പക്ഷെ ഇത് അങ്ങനെ കാണുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. MGയുടെ ഒരു ലോഗോ ഉണ്ട്. താഴെ വിൻസർ എഴുതിയിട്ടുണ്ട്. ഇവിടെ EV ബാഡ്ജിങ് ഉണ്ട്. പാർക്കിംഗ് സെൻസേഴ്സ്, റിവേഴ്സ് ക്യാമറ ഒക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. മുകളിലാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. ബാക്കിൽ നല്ലൊരു ഒരു വിൻഷീൽഡാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിയിലാണ് ഇതിൻ്റെ സ്വിച്ച് വരുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ് വരുന്നത്.
അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഡെലിവറിക്കുള്ളതുകൊണ്ട് ചില ആക്സസറീസ് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കാണുന്നത്. സോ ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ MG വിൻസറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ MG എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരുപാട് വാഹനങ്ങൾ ഇറക്കി അത് ഹിറ്റാക്കി മാറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. പ്രത്യേകിച്ച് MG ആസ്റ്റർ, അതുപോലെ തന്നെ MGയുടെ ഹെക്ടർ, അതുപോലെ MGയുടെ ഗ്ലോസ്റ്റർ, പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി EV സെഗ്മെൻറ്റിലെ കോമറ്റും, അതുപോലെ നമ്മുടെ ഇപ്പോൾ ഈ വന്നിട്ടുള്ള വിൻസറും. അപ്പോൾ വിൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഈ വിൻസർ വണ്ടി ഇറക്കിയപ്പോൾ ഒരു ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൂടി അതിനൂടെ കൊടുത്തു. അതായത് നമുക്ക് ബാറ്ററിക്ക് EMI പോലെ നമുക്ക് കുറേശ്ശെ പൈസ അടച്ചാൽ മതി. മറ്റേ നമുക്ക് വണ്ടിക്ക് ഫുള്ളായിട്ടല്ല നമ്മൾ EMI ചെയ്യാറ്. പക്ഷേ EMI എന്നല്ല ശരിക്കും എൻ്റെ പേര്, വേറെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ EMI പോലെ നമുക്ക് ബാറ്ററിയുടെ പൈസ ഇല്ലാതെ നമുക്ക് വാഹനം സ്വന്തമാക്കിയിട്ട് പിന്നെ പതുക്കെ ബാറ്ററിയുടെ എമൗണ്ട് കൊടുത്ത് തീർത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിക്ക് ഒരു ലൈഫ് ടൈം വാറണ്ടി പോലെയുള്ള ഒരു പദ്ധതി നമുക്ക് അതിനൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ബാറ്ററി കംപ്ലൈൻറ്റ് ആവുമോ അല്ലെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് കുറയോ എന്നുള്ള വീഡിയോ ഒന്നും വേണ്ട. മാത്രമല്ല നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് ഇത്രയും എമൗണ്ട് ചിലവാക്കാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ എമൗണ്ട് ചിലവാക്കിയിട്ട് പതുക്കെ ബാക്കി എമൗണ്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മോഡലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16,50,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ആ ഒരു പ്രൈസിന് ഇതൊരു EV ആണ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു EV ആണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, നിങ്ങൾക്കത് എപ്പോഴെങ്കിലും നിങ്ങൾ വണ്ടി കാണുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ എത്രത്തോളം ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടെന്നുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് നമ്മുടെ കോമറ്റിൻ്റെ ഡിസൈനിൽ കുറച്ചുകൂടി വലുത്, അങ്ങനെയല്ല, ഒരിക്കലല്ല. നമുക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്ന ഏതൊരു വാഹനങ്ങളെയൊക്കെ കൂടുതൽ ഇൻറ്റീരിയർ സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആണ് ഇതിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, ബാക്കി ഇതിൻ്റെ ഉള്ളിലെ ഡിസൈനിങ്, ഓരോ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ അത്രയും പക്കയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വണ്ടി എന്തായാലും സജസ്റ്റ് ചെയ്യും. ഇതാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഒരു EV കിട്ടും, അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി കിട്ടും, നല്ല ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ്, നല്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫീച്ചർ ഇതിനോട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ക്വിക്ക് റിവ്യൂ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ എടുത്ത് കുറച്ചുകൂടി ഇതിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെക്ക് ചെയ്ത് ബാക്കി കാര്യം കൂടി നോക്കിയിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഒരു ക്വിക്ക് റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാനിതിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ ഈ ഒരു വണ്ടി നമ്മുടെ തൃശ്ശൂർ ലൊക്കേഷനിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ മോട്ടോ കണ്ടിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കുന്നംകുളത്താണ് കറക്റ്റ് സ്പേസ് വരുന്നത്. അവർ ഈ ബ്രാൻഡ് മാത്രമല്ല ഒരുപാട് മറ്റ് ബ്രാൻഡുകളും ചെയ്യുന്നുണ്ട്. അവർ എന്താ പറയുക, എല്ലാ ബ്രാൻഡുകളും ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന പോലെ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകളുടെ സംഭവം ഉണ്ട്. ഈ താഴെ കൊടുക്കുന്ന ബ്രാൻഡുകളൊക്കെ തന്നെ വാഹനങ്ങൾ അവർക്ക് അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. സോ ഇതൊക്കെയാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാതിരിക്കും. ബൈ ജിനോ ടെക് വ്ലോഗ്സ്.